ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. 1956 ഏപ്രിൽ 4 കൂത്തുപറമ്പിനടുത്തുള്ള പാട്യത്ത് എന്ന സ്ഥലത്താണ് ശ്രീനിവാസൻ ജനിക്കുന്നത്. പിതാവായ ഉണ്ണി സ്കൂൾ അധ്യാപകനും അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരനും ആയിരുന്നു. മാതാവ് ലക്ഷ്മി വീട്ടമ്മയായിരുന്നു. ശ്രീനിവാസന് ഒരു സഹോദരിയും 2 സഹോദരന്മാരുമുണ്ട്. സ്കൂൾ ജീവിതം തരൂർ ഗവൺമെന്റ് സ്കൂളിലായിരുന്നു നയിച്ചത്. പിന്നീട് പഴശ്ശിരാജ NSS കോളേജിൽ പഠനം തുടരുകയും സാമ്പത്തിക ശാസ്ത്രത്തിൽ അവിടെ നിന്ന് ബിരുദം നേടുകയും ചെയ്തു. അതിനുശേഷം 1977 അദ്ദേഹം മദ്രാസിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സിനിമ അഭിനയത്തിൽ ഡിപ്ലോമ എടുത്തു. പ്രസക്ത സിനിമാ നടനായ രജനികാന്ത് അന്ന് ശ്രീനിവാസന്റെ സഹപാഠിയായിരുന്നു. സിനിമാ രംഗത്ത് ശ്രീനിവാസൻ പ്രവേശിക്കുന്നത് അഭിനയ ഡിപ്ലോമ കഴിഞ്ഞ ശേഷം 1976 PA ബർക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തിന് അഭിനയ പാഠങ്ങൾ പഠിപ്പിച്ചത് പ്രധാനമായും അവിടുത്തെ അക്കാലത്തെ വൈസ് പ്രിൻസിപ്പൽ ആയിരുന്ന A പ്രഭാകരൻ ആയിരുന്നു. പിന്നീട് അദ്ദേഹം തന്നെ ശ്രീനിവാസന് തന്റെ സിനിമയായ മോളെ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ അവസരം കൊടുക്കുകയും ചെയ്തു. ഒരു മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടെയായിരുന്നു ശ്രീനിവാസൻ. വിധിച്ചതും കൊതിച്ചതും, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, ഒരു മാടപ്രാവിന്റെ കഥ, KG ജോർജിന്റെ മേള എന്നീ ചിത്രങ്ങളിൽ മമ്മൂട്ടിക്ക് വേണ്ടിയും ഒരു മുത്തശ്ശിക്കഥ എന്ന ചിത്രത്തിൽ തമിഴ് നടൻ തേകരാജന് വേണ്ടിയും അദ്ദേഹം ശബ്ദം നൽകിയിട്ടുണ്ട്. കുറച്ചു ചെറിയ വേഷങ്ങൾക്ക് ശേഷം ശ്രീനിവാസൻ 1984 ഓടരുതമ്മാവ ആളറിയാം എന്ന സിനിമയ്ക്ക് കഥയെഴുതി. ശ്രീനിവാസന്റെ ഒട്ടുമിക്ക വേഷങ്ങളും സിനിമകളും കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഹാസ്യത്തിന്റെ അകമ്പടിയോടെ അവതരിപ്പിക്കുന്നവയാണ്. പല സാധാരണ സാമൂഹിക പ്രശ്നങ്ങളും കുറിക്ക് കൊള്ളുന്ന സംഭാഷണങ്ങൾ കൊണ്ടും അതിന്റെ സന്ദർഭ പ്രാധാന്യം കൊണ്ടും അവിസ്മരണീയമാക്കുക എന്നത് ശ്രീനിവാസന്റെ സിനിമകളുടെ പ്രത്യേകതയാണ്. ശ്രീനിവാസൻ സംവിധാനം ചെയ്ത 2 സിനിമകളാണ് വടക്കുനോക്കി യന്ത്രവും ചിന്താവിഷ്ടയായ ശ്യാമളയും. തന്റെ സിനിമാ ജീവിതത്തിൽ ശ്രീനിവാസനെ ഒത്തിരി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 2025 ഡിസംബർ 20 69ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.